അവർ രണ്ടാളും ഇല്ലാണ്ട് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, എനിക്ക് ലൈഫിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് അവരെന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ഈ പാട്ടും ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്കൊരു ലൈഫിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയില്ലേ. മോൾക്കിപ്പോ അമ്മയെ മിസ് ചെയ്യുന്നൊരു ഒരു സായു ഇപ്പൊ ആക്ച്വലി തിരക്കായി. അതായത് പഠിക്കുന്ന കുട്ടിയല്ലേ, സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഹോംവർക്കും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് കുഞ്ഞു കുട്ടിയാകുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും അവള് കൊണ്ടുപോകായിരുന്നു. പറ്റ കുഞ്ഞാകുമ്പോൾ എപ്പോഴും വരുമായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ ചേർന്നതിന് ശേഷം എന്താ വെച്ചാല് ഇടയ്ക്കൊക്കെ അവധി എടുത്തിട്ട് ഇപ്പൊ പിന്നെ ഇങ്ങനെ അങ്ങനെ ലീവ് ഒന്നും എടുക്കാൻ സായു സമ്മതിക്കില്ല, അമ്മമ്മയും സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ യാത്രകൾ പ്ലാൻ ചെയ്യും. വർഷത്തിലൊരു പ്രാവശ്യം അവളെയും കൂട്ടി ഇതൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് അങ്ങനെ പോകും. പക്ഷെ അവൾക്ക് അവളുടെ എന്താ പറയാ ക്ലാസ്സുകളും അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ കൂട്ടുകാരും പിന്നെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഷോസ് ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയും. ഇപ്പൊ ഇങ്ങനെ വർത്താനം പറയാവുന്ന പ്രായമൊക്കെ ആയി തുടങ്ങിയില്ല, 12 വയസ്സായില്ലേ. ഫാമിലിയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ചേച്ചി കൂടുതലും അച്ഛനോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള പോലെ പല ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛനോടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം കാര്യങ്ങളൊക്കെ എന്താണ്? ഞാനും അച്ഛനും അമ്മയും ആണ് വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ ഒരാളേ ഉള്ളൂ വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര അടുപ്പത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. അവരറിയാത്ത ഒരു കാര്യമില്ല, അവരോട് എല്ലാം പറയാൻ പറ്റും. അച്ഛൻ ഭയങ്കര എന്താ പറയാ, എൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും ഇപ്പോഴാണെങ്കിൽ പോലും അച്ഛനെയും അമ്മേനെയും കാണുന്ന സമയത്ത് എപ്പോഴും പറയും ഞങ്ങൾക്ക് ഭയങ്കര അസൂയാവും ഇതേമാതിരി പേരൻസിനെ കാണുമ്പോൾ എന്ത് രസമാണ് ചേച്ചിയുടെ അച്ഛനും അമ്മയെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര, നമ്മളിപ്പോൾ കുട്ടികളെ മുകളിൽ നമുക്ക് അഭിമാനം വരില്ലേ, അതേമാതിരി എൻ്റെ പേരൻസിൻ്റെ മുകളിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പോഴേ അവർ ഭയങ്കര ഓപ്പൺ ആയിട്ട് പെരുമാറുന്ന, ഒരു തരത്തിലുള്ള ചില ആൾക്കാർ നമ്മളിങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചു ബുദ്ധിമുട്ടിക്കില്ലേ, അതൊന്നും ഇല്ലാത്ത ആൾക്കാർ. അവർ വളരെ ഫ്രണ്ട്ലി ആണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുക. അപ്പം അച്ഛൻ എനിക്ക് തോന്നുന്നു അത് അച്ഛനായിട്ട് പരിചയപ്പെട്ട എല്ലാവരും എപ്പോഴും 100% അച്ഛനോട് സ്നേഹം ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. അച്ഛനാവട്ടെ സായു ആവട്ടെ ഞാനാവട്ടെ ഞങ്ങളുടെ എല്ലാവരും ഇപ്പൊ വീട്ടിലെല്ലാവരും ഞങ്ങളുടെയൊക്കെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മ മേ ബി കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അമ്മ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ അമ്മ അങ്ങനെ പിന്നീട് ജോലി പർസ്യൂ ചെയ്തിട്ടില്ല, ഹോം മേക്കർ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു അമ്മ എടുക്കുന്ന ഒരു എഫേർട്ടിൻ്റെ ഒരു 10-1 പോലും ഞങ്ങൾക്ക് ആർക്കും എടുക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ പാടുന്നതും ഇപ്പം ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊക്കെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ ഇങ്ങനെ 24/7 വർക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ തലയിൽ കൂടെ പോണ പല കാര്യങ്ങളാണ്. കാലിക്കറ്റിൽ എൻ്റെ വീട്, ഇവിടെ സായുവിൻ്റെ പഠിത്തം, അച്ഛൻ്റെ അവിടുത്തെ എല്ലാം ഇങ്ങനെ ഓർത്ത് ചെയ്യേണ്ട ഒരാളാണ്. എൻ്റെ ചെറുപ്പം മുതലും ഇപ്പോഴും ഞാനിപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോഴും ഞാൻ അമ്മേനോടൊന്ന് എല്ലാം ചോദിക്കും, അമ്മ ഞാൻ എന്തൊക്കെ എടുത്തത് എന്നൊന്ന് ഓർമ്മിപ്പിക്കുക പറഞ്ഞാൽ അമ്മ ഇങ്ങനെ എണ്ണ ഇട്ടിട്ട് എന്നെ ഓർമ്മിപ്പിക്കും. അത്രയും എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അവർ രണ്ടാളും ഇല്ലാണ്ട് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, എനിക്ക് ലൈഫിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് അവരെന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ഈ പാട്ടും ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്കൊരു ലൈഫിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയില്ലേ. എൻ്റെ ലക്ഷ്യമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കാതാ അവരെ ഏറ്റവും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും വെക്കുക എന്നുള്ളത്. എപ്പോഴെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ നമുക്ക്? ലൈക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് അങ്ങനെ തോന്നുക, ആരോടെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് നമുക്കൊരു അവരോട് പിന്നെ വിട്ടു പോകേണ്ടി വരിക, അങ്ങനെയൊക്കെ ഉള്ളത്? അങ്ങനെയല്ലേ, എനിക്ക് അറ്റാച്ച്മെന്റ് തോന്നിയത് അറ്റാച്ച്മെന്റ് തന്നെയാണ്. നമുക്ക് ഈ എന്താ പറയുക സൗഹൃദങ്ങളൊക്കെ ചിലപ്പോൾ പല ഫേസുകൾ ഉണ്ടായിരിക്കും സൗഹൃദങ്ങൾക്ക്. അതായത് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ചിലപ്പം ആ ക്ലോസ്നെസ് ഇല്ലാത്ത പീരീഡിലേക്ക് നമ്മൾ എത്തിയേക്കാം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു മേ ബി ഒരു 10-ൽ താഴെ ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ലോങ് ടേം ആയിട്ടുള്ള ഫ്രണ്ട്സാണ്, വളരെ കുട്ടിക്കാലം മുതൽക്കുള്ള സുഹൃത്തുക്കളാണ്. അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള 1-2 പേര് അങ്ങനെയൊക്കെ. ബാക്കി എല്ലാ അക്വൈൻറ്റൻസുകളുണ്ട്, സ്നേഹമുണ്ട് അവരോടൊക്കെ. ഇത് പക്ഷെ വളരെ ഡീപ്പാണ്. അതുകൊണ്ട് ഇവരോട് സംസാരിക്കും വേണ്ട, എത്ര കൊല്ലം കഴിഞ്ഞാലും ഒന്ന് മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ എവിടെയാണോ നിർത്തി അവിടെ തുടങ്ങാൻ പറ്റുന്ന ഉള്ളുകൊണ്ട് അറിയുന്ന സുഹൃത്തുക്കളുണ്ട്. അതല്ലാണ്ടുള്ള എന്താ പറയുക ഓരോ പീരീഡിൽ വന്നു പോയിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ ഒരിക്കലും ഉണ്ടായാൽ അത് ഇല്ലാണ്ടാവുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി നമ്മൾ കാണുന്നില്ലായിരിക്കാം, ഇൻട്രാക്ഷൻ ഇല്ലായിരിക്കാം, അന്നത്തെ സൗഹൃദത്തിന്റെ സ്വഭാവത്തിലായിരിക്കില്ല ചിലപ്പം ഇപ്പം നമ്മുടെ ഫീലിങ്സ് ടുവേർഡ്സ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരോടോ അല്ലെങ്കിൽ ആ സൗഹൃദത്തിനോടോ. പക്ഷെ ആ ഉണ്ടായ സൗഹൃദം, ആ ഉണ്ടായ നല്ല കാര്യങ്ങൾ ഒരിക്കലും അത് നമ്മൾ ഗെയിൻ ചെയ്തത്, അത് ആ സൗഹൃദത്തില്
ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മാത്രമല്ല അത് അനുഭവിക്കുന്നത്, നമ്മളും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. ആ എക്സ്പീരിയൻസ് ഒരിക്കലും നമ്മുടെ അടുത്ത് നിന്ന് ആർക്കും എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സൗഹൃദങ്ങൾ വൺസ് ഉണ്ടായാൽ അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഗുഡ് ഫീലുള്ളൊരു പാട്ടുണ്ട്, വൗ സോങ്. നമുക്കത് എന്താ പറയുക, ഒരിക്കലും എല്ലാ കാലത്തും ഭയങ്കര ആ ഒരു സോങ് ഇറങ്ങിയ കാലം തൊട്ട് എല്ലാവർക്കും ഭയങ്കര ഫീൽ ആയിരുന്നു, ഒരു നാട്ടിനോടുള്ള ഒരു ഇതും എല്ലാം തരുന്നൊരു പാട്ടാണ്. ചേച്ചിയുടെ ആ ഒരു ഷാനക്കയോടും മനുവിനോടും ഒക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് പാടാം. ഓക്കെ. പൊന്നിൻ കണിക്കൊന്നാടി മൂടി പോത്തൊരുങ്ങും ചന്തം മീനുങ്ങട മിന്നൽ കൊടിയാരിവളേ, കനവിലോ കുളിരുമാ വിരിയുമേ മുഖമിനെ, മഷിതൊടാ മിഴിയിലോ പരലുകൾ പിടയവേ, അരുണമാ കവിളിലോ പുലരിയോ ശലഭമോ, നടകളോ നദികളാ ഒഴുകിയോ. അടിപൊളി, പോവും തന്നെ പറയണം. ആരെയും ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ആരും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആളല്ല എന്നുള്ള രീതിയിൽ ചേച്ചി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം റിയാലിറ്റി ഷോസിൽ കൂടെയൊക്കെ വന്ന് ഇപ്പോഴും ആ ഒരു സെയിം അതേ വേദിയിൽ തന്നെ ഒരു ജഡ്ജിങ് പാനലിലിരിക്കുമ്പോഴത്തേക്കും എന്താണ്? അതൊരു വാക്ക് മാത്രമാണ്. നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസിന് ആളുകൾ കൊടുത്തിരിക്കുന്ന ഒരു പേര് എന്നേ ഉള്ളൂ, ജഡ്ജസ് ആണ് അവർ എന്നുള്ളത്. അതൊരു എന്താ പറയുക, കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചൊരു വാക്ക് എന്നുള്ളത്. ആക്ച്വലി ആ സ്പേസിൻ്റെ ഒക്കെ അർത്ഥമൊക്കെ ഭയങ്കരമായിട്ട് റീഡിഫൈൻ ചെയ്യേണ്ട സമയമാണ്. കാരണം ഇത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾക്ക് മുന്നിൽ പാടാൻ വരുന്ന ആൾക്കാർ ഉള്ള അറിവുകളും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മളെക്കാളും കുറവ് എന്നുള്ള അർത്ഥമില്ല. പ്രായം കൊണ്ട് ചിലപ്പോൾ അവർ കുറച്ചും കൂടി ചെറിയ കുട്ടികളായിരിക്കും. അപ്പോൾ ആ ഒരു കുറച്ച് നമ്മൾ അധികം ജീവിച്ച വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അത് മാത്രമേ നമുക്ക് എക്സ്ട്രാ എന്ന് പറയാനുണ്ടാവുള്ളൂ. പക്ഷെ അവർക്ക് വേറെ, ഇപ്പം പ്രത്യേകിച്ചും പുതിയ കുട്ടികളാകുമ്പോൾ അവരുടെ ഒരു നോളജ് അവർ പല സ്ഥലത്തുനിന്നും എടുക്കുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വലുപ്പം എങ്ങനെയാണെന്ന് അളക്കാൻ പോലും പറ്റില്ല. അത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ്, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ പോയി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ടെൻഷൻ, മാനസിക പ്രഷർ, ഒരു പെർഫോമൻസിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലാവും. ഇതേ വഴിയിലൂടെയാണ് നമ്മൾ, അതിന് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല എല്ലാവർക്കും ആ ഒരു. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ അവരോട് നമുക്ക് പറയാലോ, ഇത് തൽക്കാലത്തേക്കുള്ളൊരു പേടി മാത്രമാണ്, ഇത് മാറുന്നൊരു സമയം വരുന്നത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു യാത്ര കുറച്ച് മുന്നേ നമ്മുടെ ബസ് കുറച്ച് ഫ്രണ്ടിൽ പോയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില കുട്ടികൾ വന്ന് ചോദിക്കും, എനിക്കിങ്ങനെ കയറുമ്പോൾ ഒരു പേടി വരുന്നുണ്ട് ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, അപ്പോൾ പേടിക്കലേ നിവൃത്തിയുള്ളൂ. നമുക്കും പേടി തോന്നിയിരുന്നു, ഇപ്പോഴും പേടി തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. മെല്ലെ മെല്ലെ അത് മാറും. ഇപ്പം എനിക്കുള്ള ഉണ്ടാവുന്ന എന്താ പറയുക, മനസ്സിലുണ്ടാവുന്ന കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുമല്ലോ ഒരു പെർഫോം ചെയ്യുമ്പോൾ. അത് മേ ബി നമ്മളെക്കാളും സീനിയർ ആയിട്ടുള്ളവരോട് ചോദിക്കുമ്പോൾ അവരതിന് വേറെ പോലെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതേപോലെ ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ ഇൻട്രാക്ട്, സുഹൃത്തുക്കളെ പോലെയാണ് കേട്ടോ. അവിടെ ഇപ്പം ഉള്ള കുട്ടികളൊക്കെ തന്നെ എല്ലാവരും കൂട്ടുകാരെ പോലെ, ചേച്ചിയെ പോലെയാണ് അവർ കാണുന്നത്. ഞങ്ങൾ തമാശകൾ പറയും, ഇടയ്ക്ക് പാട്ടിൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെ ആ പെർഫോമൻസിന് വേണ്ടുന്ന സഹായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ചേച്ചി ഇപ്പോൾ ഈ സ്വന്തം നിലപാടുകളൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നെഗറ്റിവിറ്റികൾ ചേച്ചിക്ക് കൂടുതലും അതിൽ നിന്ന്, അത്തരം സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളൊരു എപ്പോഴും പറയുന്നതാണ്. എനിക്ക് നെഗറ്റിവിറ്റികളിൽ താല്പര്യമില്ല, തർക്കിക്കാൻ ഞാനില്ല എന്നുള്ളൊരു സംഭവമാണ് ചേച്ചി എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റിയൊക്കെ ഈ ഒരു സ്പേസിൽ നിന്നൊക്കെ മാറുമ്പോഴത്തേക്കും അപ്പോഴും ഈ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ നിലപാടുകൾ തുറന്നു, ഇപ്പോൾ അന്നൊരു മേക്കപ്പ് റിമൂവിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടുകൾ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധികൾ അതിൻ്റെ പേരിൽ നേരിട്ടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പം നിലപാടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയണമെന്ന് പോലുമില്ല. ഇപ്പം ആ വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ കോൺസ്റ്റൻ്റ്ലി എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എഴുതിയിടുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നിലപാട് പറയാനായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ചുറ്റും. അപ്പം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമുക്കാണ് ഒരു പ്ലഷർ കിട്ടണം അതില്ലേ. അത് പറയുമ്പോൾ സാധനം എഴുതിയിട്ടു, സന്തോഷം, ഒരു തൃപ്തി ഉണ്ടല്ലോ. അത് കുറച്ച് കഴിയുമ്പോൾ അതും മാറും നമുക്ക്. ഈ നിലപാടുകൾ പറയേണ്ട കാര്യം, നിലപാടുകൾ നമ്മൾ എടുക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.